ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒരു കിഡിലൻ വോക്സ് വാഗൻ വെൻഡോ 2011 മോഡൽ 2011. ഇപ്പൊ 2011 കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു തോട്ട് വരും, അതായത് ഇത് ടെസ്റ്റ് ആവാറായ വണ്ടിയാണോന്ന്. അല്ല, ഇത് അടുത്ത 5 കൊല്ലത്തേക്ക് ഫുൾ പേപ്പർ പക്കയാക്കിയിട്ടുള്ളതാണ്. 2031 ജനുവരി വരെ വണ്ടിയുടെ പേപ്പർ അവൈലബിൾ ആണ്. വണ്ടിക്ക് മേജർ ആയിട്ടുള്ള തുരുമ്പുകളോ അല്ലെങ്കിൽ മേജർ റീപ്ലേസ്മെന്റ്സോ ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. പാർട്ടിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കാണാനും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് കൊടുത്തിട്ടുള്ളത്, നമ്മുടെ ചാനൽ കൂടുതൽ വരുന്നത് ഒരു 5 ലാക്ക് അല്ലെ 10 ലാക്ക് പ്ലസ് വണ്ടികളാണല്ലോ എന്ന് പറഞ്ഞൊരു പരാതികൾ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടി നമ്മൾ കൊണ്ടുവരാൻ കാരണം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയുടെ താഴെയാണ്. എക്സാക്ട് എത്ര എന്നുള്ളത് വീഡിയോ കഴിയുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ ഇത് ഹൈലൈൻ എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഈ വെൻഡോയിൽ തന്നെ ഹൈലൈൻ എന്ന് പറയുമ്പോൾ അതിന് സ്റ്റിയറിംഗ് കൺട്രോൾ, AC ചുറ്റും ഒരു ക്രോമിയം ഫിനിഷ്, റിയർ AC, 5 അലോയ് വീല് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസുകൾ ഹൈലൈൻ എന്ന് പറയുന്ന മോഡലിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയറിൽ തന്നെ അട്രാക്റ്റീവ് കാര്യം എന്ന് പറഞ്ഞാൽ സിൽവർ കളറിലെ വണ്ടി വരണമെന്നുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു നല്ലൊരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. അതിനൊരു ഡിഫറെൻറ്റ് കളറും കൊടുത്തിട്ടുണ്ട്. ഇതൊരു കമ്പനി കളർ തന്നെയാണ് വരുന്നത്. അതൊക്കെ നല്ല ഒറിജിനാലിറ്റിയിൽ അന്ന് കമ്പനി വരുമ്പോഴുള്ള ഫിനിഷിങ്ങിൽ. പിന്നെ വോക്സ് വാഗൻ്റെ ബോഡിനെ പറ്റി പറയണ്ട. ഇപ്പോഴത്തെ ഒരു പ്രീമിയം വണ്ടികൾ തുറന്നാൽ പോലും ഇത്രയും ഒരു ഫിനിഷിംഗ് കിട്ടില്ല. അത്രയും പക്കയാണ് ഇതിൻ്റെ ബോഡി ലെവല് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇന്റീരിയറിലേക്ക് വരാണെന്നുണ്ടെങ്കിലും സീറ്റ് അപ്പോൾസ്റ്ററി വളരെ രസകരമാണ്. അതായത് ചൂട് ഇങ്ങനെ അധികം പിടിക്കാത്ത പോലെ, അതായത് കഴിഞ്ഞാൽ വൺസ് അത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ചൂടാവാത്ത പോലത്തെ ഒരു തരം അടിപൊളി മെറ്റീരിയലാണ്. ഞാനിപ്പോൾ ഈ വണ്ടി ഡ്രൈവ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ കംഫർട്ടബിൾ ആണ്. ബാക്കിയുള്ള ഡീറ്റെയിലൊക്കെ നിങ്ങൾ നേരിട്ട് വണ്ടി വന്ന് കണ്ടതിന് ശേഷം തന്നെ നോക്കേണ്ടി വരും. കാരണം എന്താണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ സ്കാൻ ചെയ്ത് നോക്കലൊന്നും ഈ വീഡിയോ ഷൂട്ടിൻ്റെ ഇടയിൽ നമുക്ക് പറ്റില്ല. അതൊക്കെ നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിയാൽ തന്നെ പറ്റുക. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഔട്ട്ലുക്കിൽ നോക്കുമ്പോൾ വണ്ടിക്ക് മേജർ ഇഷ്യൂസ് ഒന്നും ഇല്ല. വെൻഡോയുടെ ബാഡ്ജിങ്, വോക്സ് വാഗൻ ലോഗോ ഉണ്ട്. ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഫുൾ ഓപ്ഷൻ ടച്ച് വണ്ടിയുണ്ട്. ഈ സൈഡ് ബോഡി ആയാലും വണ്ടി വളരെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ഒരു മെയിൻ ചെയ്തിട്ടുള്ള. അപ്പോൾ ഞാൻ റേറ്റിൻ്റെ കാര്യത്തിലുള്ള അത് 290 വണ്ടിക്ക് ആസ്കിംഗ് പ്രൈസ് വരണേ. ബാക്കി നിങ്ങൾ നേരിട്ട് വന്ന് വണ്ടി കണ്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ടുകൾ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും ചെയ്യും. സോ ഈ ഒരു വാഹനം താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ ഈ നമ്മുടെ യൂട്യൂബ് ചാനലും റീൽസും കണ്ടിട്ട് അതുമൊന്ന് ലോങ് വീഡിയോയുടെ ലീഡ് ഞാൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് വന്ന് കാണുന്നതായിരിക്കാം മേ ബി. സോ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. സോ ഇതുപോലെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഈ എന്താ പറയുക, പേഴ്സണൽ യൂസ് കാറുകൾ നോക്കുന്ന ആൾക്കാർ, അതായത് വീട്ടിൽ കിടക്കുന്ന കാറുകൾ നോക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ മെയിനായിട്ട് വരുന്നത്. സോ പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും പ്രീമിയം കാറുകളോ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയുള്ള നല്ല ബെറ്റർ കാറുകൾ സെയിലിന് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് വന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്തു തരാം. സെയിൽ കഴിയുമ്പോൾ മാത്രം നമുക്കൊരു ചെറിയ ശതമാനം കമ്മീഷനാണ് നമ്മുടെ വരുന്നുള്ളൂ കേട്ടോ. സോ എത്രയും വേഗം വിളിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.